ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ഡ്രീംസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഗ്രാനിങ് സ്ക്വയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഡബിൾ ക്രോഷ്യ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്കിന്ന് ഈ ഗ്രാനിങ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ നേവി ബ്ലൂ കളറും ബേജ് കളറും രണ്ടും കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്രോഷ്യ ഹുക്കിൻ്റെ സൈസ് 3.5 mm ആണ്. ഇത് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഡബിൾ ക്രോഷ്യ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡബിൾ ക്രോഷ്യ ഒക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബേജ് കളറാണ് ഞാനിതിൻ്റെ ഈ അകത്തെ നമ്മളിതിനകത്ത് 4 റൗണ്ടായിട്ടാണ് ചെയ്യുന്നത്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് റൗണ്ട് 4. 4 റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ ഈ ബേജ് കളർ, പിന്നെ ബ്ലൂ, ബേജ്, ബ്ലൂ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം അങ്ങനെ സ്ലിപ്പ് നോട്ട് ചെയ്താൽ മതി. ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഓക്കെ, സ്ലിപ്പ് നോട്ട് ചെയ്തു. ആദ്യം 4 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ചെയിൻ 1 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് യാണിനെ അതിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പം ഫസ്റ്റ് ചെയിൻ ചെയ്തു, സെക്കൻഡ്, തേർഡ് ആൻഡ് 4. കണ്ടോ, ഇപ്പം 4, 1 2 3 4. ഇനി നമുക്ക് ഈ ആദ്യത്തെ ചെയിൻ്റെ അകത്തൂടെ നമ്മുടെ ക്രോഷ്യ ഹുക്കിനെ കയറ്റിയിട്ട് ഈ യാണിനെ വലിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ കൂടെയും വലിച്ചെടുക്കുക. നമ്മളവിടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. എന്തിന്? ഇതിനെ ജോയിൻ ചെയ്ത് നമുക്കൊരു സർക്കിളാക്കാൻ. എന്നിട്ട് നമ്മൾ ഈ അകത്തെ റിങ്ങിൽ കൂടെ ആയിരിക്കും ഇനിയും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്ക് ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ 3 വെച്ചാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ മാത്രം ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 3 ചെയിൻ, 1 2 3. ഇനി നമുക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ ആദ്യത്തെ ഈ 3 ചെയിനെ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയും സെക്കൻഡ് ഡബിൾ ക്രോഷ്യ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 കൂടെ വലിച്ചെടുക്കുക. പിന്നെയും അടുത്ത 2 കൂടെ വലിച്ചെടുക്കുക. ഇപ്പം നമുക്കിവിടെ 2 ഡബിൾ ക്രോഷ്യ ആയി. ഇനി മൂന്നാമത്തേത് സെയിം മെത്തേഡ് തന്നെ. ഡബിൾ ക്രോഷ്യ ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബേസിക് സ്റ്റെപ്സ്, ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവർക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, 1 2 ആൻഡ് 3. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇപ്പം നമ്മൾ ഈ ഒരു ചെറിയ പോർഷനാണ് ചെയ്തത്. ഇനി നമുക്കതുപോലെ 3 ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ ആ ഗ്യാപ്പ് കിട്ടാൻ ഒരു ചെയിൻ ചെയ്യുക. ചെയിൻ ചെയ്യാൻ യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പം ചെയിൻ 1 ചെയ്തു. പിന്നെയും 3 ഡബിൾ ക്രോഷ്യ. One, 2. ഇനി ഒന്നുകൂടെ. 3. അങ്ങനെ 2 കഴിഞ്ഞ് ഇനി നമുക്ക് അതുപോലത്തെ 2 കൂടാണ് ചെയ്യേണ്ടത്. ടോട്ടൽ 4. അപ്പം 3 ഡബിൾ ക്രോഷ്യയുടെ ഓരോ സെറ്റ് വെച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചെയിനും കൂടെ ചെയ്യണം. ചെയിൻ 1, പിന്നെ 3 ഡബിൾ ക്രോഷ്യ. 1 2 3. Chain 1,
ഇനി 3 ഡബിൾ ക്രോഷയും കൂടെ. 1 2 3. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യണം. ഈ ചെയിൻ ചെയ്തല്ലോ 3 അതിൻ്റെ ഈ മേളിലത്തെ ഇതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ അത് ജോയിൻ ചെയ്യുന്നത്. ആ 2 മേളിലത്തെ ഈ 1 ഈ 2 ഇതിൽ കൂടെ തന്നെ കയറ്റണം. ഒരെണ്ണത്തിൽ കൂടെ അല്ല, 2 എണ്ണത്തിൽ കൂടെ കയറ്റണം. എന്നിട്ട് കയറ്റിയിട്ട് യാണിനെ വലിച്ചെടുത്ത് ഈ ഹുക്കിലുള്ള യാണിൽ കൂടെ ഇറക്കുക. ഓക്കെ, റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് കട്ട് ചെയ്തിട്ട് അടുത്ത കളർ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഒരു ചെയിൻ 1 കൂടെ ചെയ്തിട്ട് ഈ യാണിനെ നമുക്ക് വീവ് ചെയ്യാനുള്ള തയ്ക്കാനുള്ള ഒരു ഇച്ചിരി അറ്റം ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ അങ്ങ് വലിച്ചെടുക്കുക. സെക്കൻഡ് റൗണ്ടിനും നമ്മളിതുപോലെ സ്ലിപ്പ് നോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ കോർണറിലല്ലാതെ, ഈ എൻഡ് കിടക്കുന്ന കോർണറിലല്ലാതെ വേറെ അതിൻ്റെ തൊട്ട് മുന്നിലത്തെ കോർണറിൽ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കോർണറാണോ പറ്റുന്നത് അതിൽ നിന്ന് ചെയ്താൽ മതി. അങ്ങനെ എവിടെയൊന്ന് തുടങ്ങണമെന്നൊന്നുമില്ല. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടി സ്ലിപ്പ് നോട്ട് ചെയ്തു. അതിലോട്ട് ഈ കോർണറിലോട്ട് നമ്മുടെ ഹുക്കിനെ കയറ്റുക, ഈ യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ആ ഹുക്കിലുള്ളതിൽ കൂടെയും വലിച്ചെടുക്കുക. നമുക്ക് 3 ചെയിനാണ് എല്ലാത്തിലും ചെയ്ത പോലെ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം ചെയ്തത് ഫസ്റ്റ് ചെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി 2 more ചെയിൻ, സെക്കൻഡ് ആൻഡ് തേർഡ്. ഇനി നമുക്ക് ആ സെയിം ഈ കോർണറിൽ തന്നെ 2 ഡബിൾ ക്രോഷയുടെ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി 2 എണ്ണം കൂടെ. Two, ആൻഡ് 3. ഇപ്പം നമ്മൾ 3 എണ്ണം ചെയ്തു. ഇനി ഇതിനെ ഇച്ചിരി സൈഡിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇനി ഒരു 3 എണ്ണം കൂടെ ആ സെയിമിൽ തന്നെ ചെയ്യണം. സോ ആ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് 3 ഡബിൾ ക്രോഷേ തന്നെ ആ സെയിം ഇതിലോട്ട് തന്നെ ചെയ്യണം. 1 2 3. അങ്ങനെ നമ്മളിവിടെ ടോട്ടൽ 6 എണ്ണം ക്രിയേറ്റ് ചെയ്തു. 3 എണ്ണത്തും കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ചെയ്തു, പിന്നെയും 3 എണ്ണം. ഇനി അടുത്ത കോർണറിൽ ഈ 3 എണ്ണം കഴിഞ്ഞിട്ടുള്ളതിൽ നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. 3 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ, അങ്ങനെ. One, two, three. ഇനിയും ചെയിൻ 1, പിന്നെ 3 എണ്ണം കൂടെ ചെയ്യണം ആ സെയിം അതിൽ തന്നെ.
3 ചെയ്തു. ഇനി അടുത്ത കോർണറിലാണ് ചെയ്യുന്നത്. ഇതുപോലെ സെയിം റിപ്പീറ്റ് ചെയ്താൽ മതി. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം ഭയങ്കര സിമ്പിളാണിത്. 1. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ മൂന്നെണ്ണം വെച്ച് തന്നെ ഡബിൾ ക്രോഷേനെ ഇതിൻ്റെ ഇടയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. കൗണ്ടൊന്നും തെറ്റാതെ ചെയ്യണം. പിന്നെ ഇങ്ങനെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ മറ്റേതിൻ്റെ മേളിൽ സ്റ്റിച്ച് വരാതെ നോക്കണം. അതാകുമ്പോൾ ഇച്ചിരി ക്ലീൻ ലുക്ക് കിട്ടും. ചെയിൻ 1, പിന്നെയും 3 എണ്ണം. ഇനി നമ്മൾ ഫൈനൽ കോർണറിൽ ചെയ്യാൻ പോവാണ്. അത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഫുൾ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് ചെയ്യാൻ നമുക്ക് 6 ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. 3 എണ്ണം കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് പിന്നെയും 3 എണ്ണം ഡബിൾ ക്രോഷേ ചെയ്യാൻ yarn over ചെയ്യുക. സെയിം ആ കോർണറിൽ കയറ്റിയിട്ട് yarn വലിച്ചെടുത്തിട്ട് yarn over ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ വലിക്കുക. പിന്നെയും yarn over ചെയ്ത് അടുത്ത 2 ലൂപ്പിൽ കൂടെയും വലിച്ചെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആയി. ഇനി സെക്കൻഡ് വണ്ണിനും സെയിം yarn over ചെയ്യുക, ലൂപ്പിൽ കൂടെ കയറ്റുക, yarn വലിച്ചിട്ട് ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കുക. പിന്നെയും yarn over ചെയ്ത് അടുത്ത 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കുക. സെയിം റിപ്പീറ്റ് ചെയ്യുക. മൂന്നാമത്തേതും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെയിൻ ചെയ്യുക, പിന്നെയും 3 എണ്ണം സെയിം പോലെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ഒത്തിരി ലൂസ് ആക്കുകയും ചെയ്യരുത്, ഒത്തിരി ടൈറ്റ് ആക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ അതിനവിടെ ഒരു ചില സ്റ്റിച്ചസ് ഭയങ്കര ലൂസും ചില സ്റ്റിച്ചസ് ഭയങ്കര ടൈറ്റായിട്ടും ഇരിക്കും. ഇപ്പം 2 എണ്ണം ചെയ്തു, ഇനി 3. ഓക്കെ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അത് ഈ ടോപ്പിലത്തെ, അതായത് ഇങ്ങനെ വന്നിട്ട് ഈ ടോപ്പിലൊരു വി പോലെ കണ്ടിട്ടുണ്ടല്ലോ, ആ 2 എണ്ണത്തിൽ കൂടെയും നമ്മുടെ ഹുക്കിനെ കയറ്റി yarn വലിച്ച് എന്നിട്ട് ഹുക്കിലുള്ളതിൽ കൂടെയും വലിച്ചെടുക്കുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് സെയിം ഈ ബേജ് കളറാണ് പിന്നെയും ജോയിൻ ചെയ്യാൻ പോകുന്നത്. അത് നമുക്കിപ്പം ഇനി നമുക്ക് അടുത്ത റൗണ്ട് 3ൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്ററിൽ വർക്ക് ചെയ്യണം, കോർണറിൽ വർക്ക് ചെയ്യണം, പിന്നെയും സെൻറ്റർ, പിന്നെയും കോർണർ, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ്. കോർണറിൽ നമ്മൾ 6 എണ്ണം നേരത്തെ പോലെ ചെയ്യും. സെൻറ്ററിൽ 3 ഡബിൾ ക്രോഷേ, അങ്ങനെയാണ് 3, 6, 3, 6. റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുക. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സെൻറ്ററും ചൂസ് ചെയ്യാവുന്നതാണ്, അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ക്രോഷേ ഹുക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഈ yarn ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ക്രോഷേ ഹുക്കിലുള്ള അത് ഊരിപ്പോയി, ഒന്നുകൂടെ ഞാൻ ചെയ്യാം. ആ സെൻറ്ററിലോട്ട് ക്രോഷേ ഹുക്ക് കയറ്റുക, yarn വലിച്ചെടുക്കുക. എന്നിട്ട് ആ ക്രോഷേ ഹുക്കിലുള്ളതിലൊന്നും വലിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ചെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് 2 ചെയിനും കൂടാണ് ചെയ്യേണ്ടത്. 2, 3, അങ്ങനെ ടോട്ടൽ 3 ചെയിനായി. ദിസ് വിൽ ബി അവർ ഫസ്റ്റ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി 2 ഡബിൾ ക്രോഷയും കൂടെ ചെയ്യണം. ഇത് നേരത്തെ സ്റ്റെപ്പ് ചെയ്ത തന്നെ സെയിം റിപ്പീറ്റ് ആണ്. പിന്നെ കൗണ്ട് കൂടുന്നു കുറയുന്നു അങ്ങനെയൊക്കെ ഉള്ളൂ. 6, 3 അങ്ങനെയൊക്കെ. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷേ നമ്മൾ ആ സെയിം ഇതിലിട്ട് തന്നെ ചെയ്യുവാണ്.
2 ആൻഡ് 3. ഇനി നമ്മൾ കോർണറിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. കോർണറിൽ ഡബിൾ ക്രോഷേ 3 ചെയ്തിട്ട് ഒരു ചെയിൻ ചെയ്യുക, പിന്നെ 3. കറക്റ്റ് കോർണർ ആണോ എന്നൊക്കെ നോക്കുക, തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. 1 2 3. ഇനിയും ചെയിൻ 1 ചെയ്യുക, എന്നിട്ട് പിന്നെയും 3 ഡബിൾ ക്രോഷേ ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ക്ലിയർ ആണെങ്കിൽ അറ്റ് ദ എൻഡിലോട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവർക്ക് എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പം ആ കോർണർ കഴിഞ്ഞു. ഇനി നമ്മൾ സെൻട്രലാണ്, അവിടെ 3 ഡബിൾ ക്രോഷേ. 1 2 3. ഇനി നമ്മൾ പിന്നെയും കോർണറിൽ തന്നെയാണ് ചെയ്യുന്നത്. 1 2 3. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെയിൻ 1, പിന്നെ 3 ഡബിൾ ക്രോഷയും കൂടെ. ഓക്കെ, 3 ചെയ്തു. ഇനി നമ്മൾ സെൻറ്ററിലാണ് ചെയ്യുന്നത്, 3 കൂടെ ചെയ്യണം. ഇവിടെ 6 ചെയ്തു, ഇനിയും 3. 1 2 3. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി ഇത് ചെറിയ സ്പീഡപ്പ് ആക്കുവാണേ. നമ്മൾ എൻഡിലോട്ട് റൗണ്ട് 3യുടെ എൻഡിലോട്ട് വന്നേക്കുവാണ്. ഇനി നമുക്ക് ഈ മേളത്തെ സ്റ്റിച്ചുമായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലേ, ഈ വി പോലെ ഇരിക്കുന്നതിൻ്റെ അതിലോട്ട് ക്രോഷേ ഹുക്കിനെ കയറ്റിയിട്ട് യാണിനെ വലിച്ചെടുക്കുക, പിന്നെ ഇതിൽ കൂടെയും വലിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ചെയിൻ 1 കൂടെ ചെയ്യുക, എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. അങ്ങനെ റൗണ്ട് 3 ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ റൗണ്ട്
4 ഫൈനൽ റൗണ്ടാണ് ചെയ്യുന്നത്. കണ്ടോ? ഇനി ഫൈനൽ റൗണ്ട് ചെയ്യാൻ നമ്മൾ പിന്നെയും നേവി ബ്ലൂ കളർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഓരോ റൗണ്ടിനും ഓരോ കളറാണ് കൊടുക്കേണ്ടിയെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ഈ ഒരു തീമിലാണ് ഇത് ചെയ്യുന്നതെന്നേ ഉള്ളൂ. കളർ കോമ്പിനേഷൻ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതിനിപ്പം നമുക്ക് ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ സെൻറ്ററിൽ ഒരു സെൻറ്ററേ ഉള്ളായിരുന്നു, അവിടെ 3. ഇവിടെ ഇപ്പം നമുക്ക് 2 സെൻറ്റർ പീസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 3 ചെയ്യും, ഇവിടെ 3 ചെയ്യും. എന്നിട്ട് കോർണറിൽ 6 ചെയ്യും. 6 3 കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു ചെയിൻ, അങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്യും. സോ നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്തു. എന്നിട്ട് ഹുക്കിനെ കയറ്റുക, യാണിനെ വലിച്ചെടുത്തിട്ട് ഇത് ഹുക്കിലുള്ളതിൽ കൂടെയും വലിച്ചെടുക്കുക. അത് നമ്മുടെ ആദ്യത്തെ ചെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി 2 ചെയിനും കൂടെ ചെയ്യുക, 2 and 3. ഇത് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇനിയും 2 ഡബിൾ ക്രോഷ്യയും കൂടെ. സെക്കൻഡ് ആൻഡ് തേർഡ്. ദേ 3 ഡബിൾ ക്രോഷ്യയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത പോർഷനിലാണ് 3 ചെയ്യുന്നത്. ദേ 3 ചെയ്തു. ഇനി നമ്മൾ കോർണറിൽ ചെയ്യാൻ പോവാണ്. 6 ചെയ്യാം. ചെയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കൗണ്ട് ചെയ്ത് തന്നെ പോകണം, ഇല്ലെങ്കിൽ തെറ്റാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. നിങ്ങളിത് പ്രാക്ടീസ് ആയാൽ കുഴപ്പമില്ല, ചില കോൺസെൻട്രേഷൻ വേണമെന്നേ ഉള്ളൂ. പിന്നെ പേഷ്യൻസ് വേണം കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റ് കഴിയുമ്പോൾ പിന്നെ ചെയ്യാനേ തോന്നത്തില്ല. പക്ഷെ നമുക്ക് ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. നിങ്ങൾക്ക് ഇത് വെച്ചിട്ടൊന്നെങ്കിൽ ബ്ലാങ്കറ്റ് ക്രിയേറ്റ് ചെയ്യാം, പ്ലേസ് മാറ്റ്, അല്ലെങ്കിൽ ചിലർ കാർഡിഗനൊക്കെ ചെയ്യും. പിന്നെ സ്റ്റൈലായിട്ട് നമ്മുടെ കോട്ടണിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ചൂടെടുക്കുമായിരിക്കും നമ്മുടെ നാട്ടിൽ. വെളിയിലൊക്കെ ആണെങ്കിൽ അത് നല്ലതായിരിക്കും. ദേ 3 ചെയ്തു. ഇനി ചെയിൻ 1, പിന്നെ 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ആ കോർണർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ സെൻറ്ററിലാണ് ചെയ്യുന്നത്. ഇത് സെയിം തന്നെയാണ്. ഞാൻ ഈ സൈഡൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അറ്റ് ദ എൻഡാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ സെൻറ്റർ പോർഷൻ അല്ലേ, അവിടെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്താൽ മതി. ഇത് 3-മത്തേതാണ്. മൂന്നെണ്ണം ചെയ്തു. ഇനി അടുത്തതിലും സെയിം 3 ചെയ്യുക. One, 2, and 3. ഇനി നമ്മൾ ഈ കോർണറിൽ 6 ചെയ്യും. 3 കഴിഞ്ഞ് ഒരു ചെയിൻ ചെയ്തിട്ട് 3, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ കാണിക്കാം. ഇതേ ഞാനിവിടെ ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഈ കോർണർ മാത്രം ചെയ്താൽ മതി. അതുകൂടെ കാണിക്കാം. യാണോവ് ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. പിന്നെയും യാണോവ് ചെയ്ത് അടുത്ത 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അങ്ങനെ 2 കൂടെ ചെയ്യണം.
2 3. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് പിന്നെയും 3 ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വി എന്നുള്ളതിലോട്ട് നമ്മുടെ 2 എണ്ണത്തിൽ കൂടെയും കയറ്റിയിട്ട് യാണിനെ വലിച്ചെടുത്തിട്ട് ഇതിൽ കൂടെയും എടുക്കുക. എന്നിട്ട് ഒരു ചെയിനൂടെ ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. നമ്മുടെ ഗ്രാനി സ്ക്വയർ അങ്ങനെ കംപ്ലീറ്റ് ആയി. കണ്ടോ? സെയിം. ഇനി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാത്ത പോലെ തയ്ച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഈ ഗ്രാനി സ്ക്വയർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.